പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവിൻ്റെ പ്രേരണകൾ ഹൃദയങ്ങളിലേക്ക് രക്ഷയുടെ ബോധ്യങ്ങളായി വ്യാപരിക്കാൻ എല്ലാ ദൈവമക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കട്ടെ. ഓ കർത്താവേ, അവിടുന്ന് വാഗ്ദാനം നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സകല ജാതികളുടെ മേലും ഇപ്പോൾ വ്യാപരിക്കട്ടെ, സകല ജനത്തിൻ്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ, സകല കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ, സകല വ്യക്തികളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓരോ ആത്മാവും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനങ്ങൾ ഈ നിമിഷങ്ങളിൽ ദൈവമക്കൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവെ സുഖപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ രോഗികളെ വിടുവിക്കണമേ, പരിശുദ്ധാത്മാവെ ശാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കണമേ, പരിശുദ്ധാത്മാവെ അന്ധകാരങ്ങൾ തകർക്കണമേ, പരിശുദ്ധാത്മാവെ എല്ലാ ദുർശക്തികളെയും നിർവീര്യമാക്കണമേ. പാപദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. ദൈവവചനത്തോട് മല്ലടിക്കുന്ന എല്ലാ എതിർപ്പിൻ്റെ ശക്തികളും നിർവീര്യമാകട്ടെ. നിസ്സംഗതയുടെ ആത്മാവ് വിട്ടുപോകട്ടെ, നിർമ്മതത്തിൻ്റെ ആത്മാവ് വിട്ടുപോകട്ടെ, സുഖലോലുപതിൻ്റെ ആത്മാവ് വിട്ടുപോകട്ടെ. ദൈവരാജ്യത്തോട് മല്ലടിക്കുന്ന എല്ലാ നാരകീയ സേനകളും
ദുഷ്ടാത്മ വൃന്ദങ്ങളും പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, എല്ലാ കുടുംബങ്ങളും നിറയട്ടെ, എല്ലാ വംശങ്ങളും നിറയട്ടെ, ആത്മാവിൻ്റെ ശക്തിയാൽ നിറയട്ടെ. എല്ലാ വഷളത്വങ്ങളും, എല്ലാ മൂഢതകളും, എതിർ ചിന്തകളും, നിരീശ്വര ചിന്തകളും, ദൈവനിഷേധങ്ങളും, തോന്നിവാസ സ്വഭാവങ്ങളും പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതങ്ങളിൽ അത്യത്ഭുത വിജയങ്ങളിൽ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ച അനേകം ദൈവമക്കളെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷ ശുശ്രൂഷകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ വിപുലീകരണത്തിനും അനേകം ദൈവമക്കളിൽ കൃപ സമൃദ്ധമാകുന്നതിനും കാരണമായി തീർന്നു. എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനമെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ശ്രദ്ധിക്കുകയാണ്. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പദ്ധതി ആ പ്രാർത്ഥനയുടെ സമൂഹത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു: ബർണബാസിനെയും പൗലോസിനെയും എൻ്റെ ജോലിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മക്കളെ ഉപദേശിക്കുകയാണ്, ദൈവത്തിൻ്റെ മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ മക്കളോട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ആത്മാവാണ്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആത്മാവാണ്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പദ്ധതികൾ പറഞ്ഞു തരുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സാവൂളും അല്ലെങ്കിൽ പൗലോസും ബർണബാസും പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതപ്രകാരം തങ്ങളുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വഴികളിലൂടെ വിട്ടുകൊടുത്തു. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതം വഴി ദൈവരാജ്യം വിപുലീകൃതമാകുന്നതിനും അവരുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒരു സുരഭില കാഴ്ചയായി സ്വീകാര്യമായൊരു ബലിയായി തീരുന്നതിനും പരിശുദ്ധാത്മാവ് അവരെ നടത്തി അവരെ മഹത്വത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 8-ാമത്തെ അധ്യായം പീലിപ്പോസിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് നമ്മൾ കാണുന്നുണ്ട്. എത്യോപ്യക്കാരനായ കാന്തേക്ക രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ എത്യോപ്യക്കാരനായ ഷണ്ടൻ ജെറുസലേമിൽ പോയി ആരാധന നടത്തി മടങ്ങി വരവേ ഇതാ പീലിപ്പോസിനെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് പീലിപ്പോസിനോട് പറയുന്ന രംഗം അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 29-30 വാക്യങ്ങൾ. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തോട് ചേർന്ന് നടക്കുക. നോക്കുക, പരിശുദ്ധാത്മാവ് ആ ആത്മാവിനെ നേടാനുള്ള ഒരു വഴി, എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ്റെ ആത്മാവിനെ കൊയ്തെടുക്കാനുള്ള വഴി പരിശുദ്ധാത്മാവ് പീലിപ്പോസിന് പറഞ്ഞു കൊടുത്തു. ആ രഥത്തോട് ചേർന്ന് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീലിപ്പോസ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടു, പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതം മനസ്സിലാക്കി, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു. പീലിപ്പോസിൻ്റെ ആ സുവിശേഷ ശുശ്രൂഷ ഒരു വൻ വിജയമായി മാറി. പ്രൈസ് ദി ലോർഡ്. ആ ഭണ്ഡാര വിചാരിപ്പുകാരൻ സ്നാനമേറ്റ് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന വ്യക്തിയായി മാറി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു രഹസ്യമാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ആളുകളും ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കണ്ടമാനം ആളുകൾ ഓടിക്കൂടുന്നത്? എന്താണ് അവിടുത്തെ പ്രത്യേകത? പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അച്ഛൻ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള ഈ പ്രകൃതി ഭംഗിയോ, ഇവിടെയുള്ള എന്തെങ്കിലും ഡെലിവറൻസ് പ്രാർത്ഥനകളോ,
ഇവിടെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷകളുടെ എന്തെങ്കിലും മേന്മകളോ ആണ് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഹല്ലേലൂയ. ചില ആളുകൾ വിചാരിക്കുന്ന അങ്ങനെയാണ്, അവിടുത്തെ ഡെലിവറൻസ് പ്രാർത്ഥനയായിരിക്കും അവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. വേറെ ചിലർ പറഞ്ഞെങ്ങനെയാണ്, അവിടെ ശാന്തമായ പ്രകൃതി ഭംഗി ഉള്ളതുകൊണ്ടായിരിക്കും അവിടേക്ക് ആളുകൾ പോകുന്നത്. മറ്റു ചിലർ പറഞ്ഞെങ്ങനെയാണ്, അവിടുത്തെ ശുശ്രൂഷകളുടെ പ്രത്യേകത കൊണ്ടായിരിക്കും ആളുകൾ അങ്ങോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുശ്രൂഷകളുടെ പ്രത്യേകതയോ പ്രകൃതിയുടെ ഭംഗിയോ അല്ല ആളുകളെ അട്ടപ്പാടിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് അതിൻ്റെ മർമ്മമെന്ന് അച്ഛന് കിട്ടിയ ബോധ്യത്തിൽ നിന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മർമ്മം. ആദ്യകാലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതങ്ങൾ വെളിപ്പെടുത്തിയ ഓരോരോ രംഗങ്ങൾ ഞാൻ ഓർമ്മിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടി ഒരു കുഞ്ഞു ധ്യാനം നടത്തുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ആ ധ്യാനം വെച്ചു. അന്ന് 7 പേരാണ് ധ്യാനത്തിൽ വന്നത്. പക്ഷേ ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ അച്ഛനൊരു തോന്നലുണ്ടായി, ഈ 7 പേരെ വെച്ച് എങ്ങനെ 5 ദിവസം ധ്യാനിപ്പിക്കും, അവരെ മടക്കി അയക്കാം, പിന്നെ ഏതെങ്കിലും ദിവസത്തിൽ ധ്യാനിപ്പിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ല, ഈ 7 പേരെ ധ്യാനിപ്പിക്കണം. ആ 7 പേർക്ക് വേണ്ടി 5 ദിവസം താമസിച്ചുള്ള ധ്യാനം നടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോരോ ആഴ്ചകളും ഓരോരോ മാസങ്ങളും കഴിയുമ്പോൾ ദൈവരാജ്യം വിപുലീകരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഓരോ പ്രേരണകളും അക്ഷരം പ്രതി അനുസരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അനേകം ആളുകളെ ആകർഷിച്ച് ഒരുമിച്ച് കൂടുന്നൊരു കാഴ്ചയാണ് അച്ഛൻ കാണുന്നത്. അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ഇന്ന് വരെ നടത്തിയ എല്ലാ ശുശ്രൂഷകളുടെ മർമ്മമായി ലോകത്തിന് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. പരിശുദ്ധാത്മാവ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോവുക. പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇങ്ങോട്ട് വരിക. പരിശുദ്ധാത്മാവിനെ ഒരു കൊച്ചു കുട്ടി എന്ന പോലെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അവിടെ ദൈവരാജ്യ വിപുലീകരണം ഉണ്ടാകും. അവിടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകും. അവിടെ ദൈവ ഇഷ്ടത്തോടെ വ്യാപരിക്കുന്നത് കാണുവാൻ സാധിക്കും. അവിടെ വിശ്വാസം വർദ്ധിക്കും. അവിടെ സഭ ഉണർവ് പ്രാപിക്കും. അവിടെ വലിയ ദൈവരാജ്യ അനുഭവത്തിൻ്റെ ഉത്സവങ്ങൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കും. ഇത് ഒരു സത്യമായ സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം സിസ്റ്റർമാർ സംസാരിക്കുന്ന സമയത്തും ചില യുവ വൈദികർ അച്ഛനുമായിട്ട് സംസാരിക്കുന്ന സമയത്തും അവരുടെ മനസ്സിലെ ഒരു വേദന അവർ അച്ഛനോട് പങ്കുവെക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് എങ്ങനെയാണ്: കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല. ഇടവകയിൽ പോയി എന്ത് പ്രവർത്തിക്കണം എന്നെനിക്ക് അറിയുന്നില്ല. കോൺവെൻറ്റിൽ പോയി എന്ത് ചെയ്യണം എനിക്ക് അറിയുന്നില്ല. മിഷൻ മേഖലകളിൽ പോയി എന്ത് ചെയ്യണം എനിക്ക് അറിയുന്നില്ല. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ അവരുടെ ശുശ്രൂഷ മണ്ഡലത്തിൽ മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിച്ച് പറയണത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെതൊരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആദ്യകാലങ്ങളിൽ കാരറ എന്ന് പറയുന്ന ഇടവകയിൽ വികാരിയായിരിക്കുന്ന കാലം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇടവക ചെയ്യണോ, സുവിശേഷം പ്രസംഗിക്കണോ, അതോ മറ്റെന്തെങ്കിലും സംഘടനകളിൽ പ്രവർത്തിക്കണോ, ഒന്നും തിരിച്ചറിവില്ലാത്ത ആദ്യകാലത്തെ പൗരോഹിത്യത്തിൻ്റെ ആദ്യകാല വർഷങ്ങൾ. അപ്പോൾ അച്ഛൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും എളിമയുള്ളവരുമായ നല്ല ആത്മായ ശുശ്രൂഷകരുണ്ടായിരുന്നു. ആ ആത്മായ ശുശ്രൂഷകരും ആ കാലഘട്ടങ്ങളിൽ നല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും എളിമയുള്ളവരുമായ ചില സിസ്റ്റർമാരുടെ കൂട്ടായ്മയും അച്ഛൻ അനുഭവപ്പെട്ടു. അങ്ങനെ അൽമാരുടെയും സിസ്റ്റർമാരുടെയും കൂട്ടായ്മയിൽ ഇരുന്ന് കൈയടിച്ച് പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു, യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ യേശുവിനെ ആരാധിക്കുന്ന കൂട്ടായ്മയിലാണ് അച്ഛന് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ലഭിച്ചത്. നീ ഇന്നത് ചെയ്യുക, ഇന്ന വഴിയെ പോവുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരുന്നത് കൂട്ടായ്മയിൽ കൈയടിച്ച് പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ എൻ്റെ പ്രത്യേകമായ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ അൽമായരുടെയും സിസ്റ്റേഴ്സിൻ്റെയും
പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവമക്കളുടെ 3-4 പേരുടെ ഒരു സെൽ ഗ്രൂപ്പിലിരുന്ന് കൈയടിച്ച് പാട്ടുപാടി ആരാധിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആത്മാവിൻ്റെ അഭിഷേകം എന്നിൽ ശക്തിപ്പെട്ടത്. ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയ ഉണർവ് എൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചത്. ആത്മാവിൻ്റെ പ്രേരണകൾ എനിക്ക് ലഭിക്കാൻ തുടങ്ങി. ആത്മാവിൻ്റെ വെളിപാടുകൾ ലഭിക്കാൻ തുടങ്ങി. ആത്മാവ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. ആത്മാവ് നയിക്കുന്ന വഴികളെ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ആത്മാവിൻ്റെ വഴികളെ വിവേചിച്ച് പോകാനുള്ള ഒരു അത്ഭുതകരമായ ഒരു തുറവി ലഭിച്ചത് കൂട്ടായ്മയിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇടവകയിൽ എന്ത് ചെയ്യണം, സിസ്റ്റേഴ്സ് കോൺവെൻറ്റിൽ പോയി എന്ത് ചെയ്യണം, സ്കൂളിൽ എന്ത് ചെയ്യണം, നോർത്ത് ഇന്ത്യയിൽ പോയി എന്ത് ചെയ്യണം, അട്ടപ്പാടി പോയി എന്ത് ചെയ്യണം, ഇങ്ങനെ മുൻകൂട്ടി ഒരു ബൈലോ ഉണ്ടാക്കി വെക്കുക അസാധ്യമായ സംഗതിയാണ്. ഓരോ സ്ഥലത്തും ഓരോ സമയത്തും എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് ദൈവരാജ്യ വേലയുടെ ആത്മാവ്. നമ്മളല്ല, പരിശുദ്ധാത്മാവാണ് ദൈവരാജ്യ വേലയുടെ ആത്മാവ്. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മകനെ മകളെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വേദനയോടെ ഒരു സംഗതി വെളിപ്പെടുത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ 22-ാം വാക്യം, എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കൂട്ടായ്മയിൽ ആരാധിക്കുമ്പോൾ അഭിഷേകം കിട്ടും. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും, പരിശുദ്ധാത്മാവ് പറയും, പരിശുദ്ധാത്മാവ് നിർദ്ദേശം തരും. ഇന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, ഇന്ന് കൂട്ടായ്മയിൽ ആരാധിക്കാത്തത് കൊണ്ട്, ഇന്ന് ആത്മാവിൻ്റെ വിവേചനം, ആത്മാവിൻ്റെ വഴികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട്, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ പരിശുദ്ധാത്മാവേ നീ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നറിയാൻ മുട്ടുമടക്കാത്തത് കൊണ്ട് ഇന്ന് ഇടവകയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇന്ന് എൻ്റെ സമർപ്പിത ജീവിതം കൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. ഒരു ആത്മായ ശുശ്രൂഷ എന്ന നിലയിൽ കർത്താവ് എന്നെ എങ്ങോട്ടാണ് അയക്കുന്നതെന്ന് പല ആത്മായ ശുശ്രൂഷകർക്കും ഒരു ഡിസേൺമെൻറ്റ്, ഒരു വിവേചന ശക്തി കിട്ടുന്നില്ല. പലരും ഇരുട്ടിൽ തപ്പുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനങ്ങളെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക രഹസ്യമാണ് ദൈവരാജ്യ വേല. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. ഒബേ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. ഇത് ദൈവരാജ്യ വേലയുടെ മർമ്മം അത്രേ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പല ആളുകളും ഇങ്ങനെ പറയുന്നതിൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് സുവിശേഷ വേല ആരംഭിക്കാം, ഞാൻ അടുത്ത മാസം തൊട്ട് തുടങ്ങിക്കോളാം, ഞാൻ അടുത്ത 1-ാം തീയതി തൊട്ട് ആരംഭിക്കാം. അത് ഒരു വലിയ കെണിയാണ്. അങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴാണോ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത് അപ്പോൾ ആരംഭിക്കണം. ഞാൻ ഇടവക വികാരിയായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന് കൂട്ടായ്മയിലിരുന്ന് ആ ആത്മാവ് നിറഞ്ഞ ശുശ്രൂഷകരുടെ ആ ആത്മായ കൂട്ടായ്മയിലിരുന്ന് അച്ഛൻ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടായ്മ, ഒരു ചെറിയ ഗ്രൂപ്പിന് ധ്യാനം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നു. എന്നാൽ അന്ന് ധ്യാനം കൊടുക്കാൻ പോയിട്ട് ഒരു താമസിച്ചുള്ള ധ്യാനം കൂടിയതിൻ്റെ, ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടിയതിൻ്റെ പിൻബലം പോലും ഈ അച്ഛൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും അച്ഛൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു. അച്ഛൻ ആളുകളെ വിളിച്ചു കൂട്ടി, എന്നിട്ട് വേറൊരു ടീമിനെ കൊണ്ടുവന്ന് ധ്യാനിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് പടിപടിയായി പരിശുദ്ധാത്മാവിൻ്റെ വഴികളിലൂടെ പരിശുദ്ധാത്മാവ് നടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് സഭാപ്രസംഗന്റെ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് ഒരുങ്ങിയിട്ട്, ഞാനൊന്ന് പഠിച്ചിട്ട്, ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ അനുഗമിക്കുക എളുപ്പമല്ല. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അതാണ് കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. സഭാപ്രസംഗൻ 11:4. യെശയ്യായുടെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, ജലാശയങ്ങൾക്കരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചു വിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം. ജലാശയങ്ങൾക്കരികെ വിതയ്ക്കുക, കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചു. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ദൈവമക്കളെ, ആന്തരിക മേഖലകളിൽ സ്വാതന്ത്ര്യം വേണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പിൻവാങ്ങുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സഭയിൽ ദൈവരാജ്യ വിപുലീകരണം ഉണ്ടാവും. ഇന്ന് ഇടവകൾ ശുഷ്കമാകുന്നുണ്ടെങ്കിൽ,
ഇടവകൾ വെറും ചടങ്ങുകൾ മാത്രമായി ഇടവകൾ ചുരുങ്ങുന്നുണ്ടെങ്കിൽ, ഇടവകളിൽ ദൈവരാജ്യം വളരുന്നില്ലെങ്കിൽ, ഇടവക മക്കളിൽ ദൈവരാജ്യം വിപുലീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഒരു കാരണം ഇടവക പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഇടവകയിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവെന്ന് ചോദിക്കുന്നില്ല. ഈ സ്ഥാപനങ്ങളും സമൂഹങ്ങളും ഇന്ന് വളരുന്നില്ലെങ്കിൽ, അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രകടമാകുന്നില്ലെങ്കിൽ, അവിടെ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ സമൂഹത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുവിൻ, മനസ്സിലാക്കുവിൻ, അനുസരിക്കുവിൻ. അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രകടമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, സഭയെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഉയർത്തണമേ കർത്താവേ. സമൂഹങ്ങളെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഉയർത്തണമേ കർത്താവേ. ശുശ്രൂഷകരെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഉയർത്തണമേ കർത്താവേ. നേതാക്കന്മാരെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഉയർത്തണമേ കർത്താവേ. ദുർബലമായ സഭാ സമൂഹങ്ങൾ, ശുഷ്കിച്ചു പോയ ഇടവകകൾ, ജീവനറ്റുപോയ സമൂഹങ്ങൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കാൻ അസ്ഥികളുടെ താഴ്വരകളിലേക്ക് വീശുവിൻ. 4 ദിക്കുകളിൽ നിന്നും ഈ നിഹതന്മാരുടെ മേൽ വീശുക എന്ന് പറഞ്ഞപ്പോൾ വന്ന് വ്യാപരിച്ച പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ സഭയിലേക്ക് വീശണമേ, സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കണമേ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഉണർവിൻ്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, അഭിഷേകത്തിൻ്റെ ആത്മാവായി, ശുശ്രൂഷയുടെ ആത്മാവായി പരിശുദ്ധാത്മാവേ അതിശക്തമായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനുള്ള വലിയ ഹൃദയത്തുറവി ദൈവജനത്തിൻ്റെ മേൽ സൗജന്യമായി വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഉന്നത വരങ്ങൾ ദൈവജനത്തിൻ്റെ മേൽ വർഷിക്കപ്പെടട്ടെ. സഭ ഉണരട്ടെ, ഇടവകൾ ഉണരട്ടെ, യുവജനങ്ങൾ ഉണരട്ടെ, ബാലികാബാലന്മാർ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ, മാതാപിതാക്കൾ ഉണരട്ടെ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനുള്ള ആവേശം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുലിഖിതം. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പരിശുദ്ധാത്മാവ് ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആത്മാവാണ്. നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുകയും അത് പറഞ്ഞു തരികയും ചെയ്യുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അവൻ കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്ന ആത്മാവാണ്. അവൻ കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ഒരുക്കുന്ന ആത്മാവാണ്. ഇന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയണത് അതുപോലെ അനുസരിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സമയത്ത് കാര്യങ്ങളുടെ പൂർണ്ണത അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം കുടുംബങ്ങളുടെ മേൽ നിറയാൻ വേണ്ടി, സഭ സമൂഹങ്ങളുടെ മേൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടവക സമൂഹങ്ങളുടെ മേൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളുടെ മേൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളുടെ മേലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആത്മാവാണല്ലോ. അവിടുന്ന് ഞങ്ങളുടെ അവകാശമായി പിതാവായി ദൈവം ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണല്ലോ. എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസിമാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഓ ദൈവമേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ശക്തമായി വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളും ബുദ്ധിയും മനസ്സെല്ലാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തക്കവണ്ണം വ്യത്യാസപ്പെടട്ടെ. ഞങ്ങളുടെ അഹങ്കാരം, എളിമയില്ലായ്മ, താന്തോന്നിത്തം, താൻപോരിമഭാവം, ധാർഷ്ട്യം, ധിക്കാരം, ഈ മേഖലയിലെല്ലാം പരിശുദ്ധാത്മാവെ വ്യത്യാസപ്പെടുത്തണമേ. എളിമയോടെ പ്രാർത്ഥിക്കാൻ, അനുദപിച്ച് പ്രാർത്ഥിക്കാൻ, ദാസൻ ദാസി മനോഭാവത്തോടെ പ്രാർത്ഥിക്കാൻ, ഇത്തിരി താഴ്മയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി എല്ലാവരും ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹൃദയങ്ങളെ അറിയുന്നവനെ, ദേശത്തിൻ്റെ നാശം അറിയുന്നവനെ, സമൂഹങ്ങളുടെ വിരസതയും സമൂഹങ്ങളിലുള്ള മുരടിപ്പും സഭാ സമൂഹത്തിൻ്റെ വേദനയും അറിയുന്ന കർത്താവേ, ഈ സഭാ സമൂഹങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക് ആത്മാവിനെ നൽകണമേ. ആത്മാവിന് വർഷിക്കണമേ, ആത്മാവിന് വർഷിക്കണമേ. സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണല്ലോ ഇന്ന് വൻ കാര്യങ്ങൾ നടക്കേണ്ടത്. ഓ ദൈവമേ, ആത്മാവിനെ വർഷിക്കണമേ. സഭയിലേക്ക് ആത്മാവിനെ അവിടുന്ന് കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ അയക്കണമേ പിതാവേ. വ്യക്തികളിലേക്ക്, ശുശ്രൂഷകരിലേക്ക്, ശുശ്രൂഷ വേദികളിലേക്ക് ആത്മാവിനെ അയക്കണമേ. ആത്മാവിൻ്റെ വിവേചനം, ഡിസേൺമെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നൽകി, ഡിസേൺമെൻറ്റിൻ്റെ ആത്മാവിനെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനുള്ള അഭിഷേകം സകല ജനത്തിന് മേൽ ലഭിക്കട്ടെ. എല്ലാ ഹൃദയങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനുള്ള ആഗ്രഹം ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എൻ്റെ പേര് മേരീസ്. 6 മാസം മുമ്പ് എൻ്റെ കയ്യിൽ 2 കൈയും ഭയങ്കര തരിപ്പ്. അങ്ങനെ തരിപ്പായിട്ട് കുറേ ഡോക്ടർമാരൊക്കെ കൊണ്ട് അവസാനം എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ രഘുനാഥ് എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം അവിടെ കിടത്തി ഒരു ടെസ്റ്റൊക്കെ നടത്തി 2 കൈയും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് അഭിഷേകാഗ്നി ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം ആശ്വാസം തോന്നി. എൻ്റെ അനുജൻ്റെ വീട്ടുകാരായിട്ട് സ്വല്പം ഉണ്ടായിരുന്നു, പിണക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും ഭർത്താവും കൂടി അന്ന് തന്നെ രാത്രി തന്നെ ടോർച്ചൊക്കെ കൊണ്ട് അവരുടെ വീട്ടിൽ പോയി വർത്താനൊക്കെ പറഞ്ഞ് സമാധാനം അവരോട് ഈ വിവരങ്ങളൊന്നും അനുരഞ്ജനപ്പെട്ട് തിരിച്ചു വന്നു. എൻ്റെ 2 കൈയുടെയും അസുഖം മാറി, യാതൊരു പ്രശ്നവുമില്ല. അതുകൂടാതെ എൻ്റെ കയ്യിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കയ്യിലും കാലിലും ഞാൻ ഇൻസുലിൻ എടുക്കണ്ടായിരുന്നു. 2 കൈകളിലും തൊടയിലും കുത്തുന്നോടത്തും ഒക്കെ പഴുത്ത് അതിങ്ങനെ വലിയ വീർത്ത് അവസാനം ഒരെണ്ണം ആദ്യത്തെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഓപ്പറേഷൻ ചെയ്ത് 1.5 മാസത്തിന് ശേഷം അത് ഉണങ്ങി. അപ്പോൾ അതിന് മുമ്പ് ചെയ്തിരുന്ന ഓരോ ഇഞ്ചക്ഷൻ്റെയും എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഡോക്ടർക്കും അറിയില്ലാത്ത മാതിരിയാണ് പറയണത്. അപ്പോൾ വീണ്ടും വന്നു, അതും ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഞാൻ പഴുപ്പ്, ഭയങ്കര പഴുപ്പ്. അങ്ങനെ ഇവിടെ വന്നു. അതിനിടയ്ക്കാണ് ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളായി ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾക്ക് വളരെ മരുന്നുകളൊക്കെ കെട്ടിവലിച്ചൊന്ന് കൊണ്ടുവന്ന് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പഴുപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. എന്തായാലും ഇന്നലെ എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു. എൻ്റെ പഴുപ്പുകളൊക്കെ എങ്ങനെ മാറിയെന്ന് ദൈവം എടുത്തു മാറ്റി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ കൈകളിലുള്ളത് ഇപ്പൊ കാണാൻ സാധിക്കും. പെട്ടെന്ന് ഇതുപോലുള്ള പഴുപ്പുകൾ പഴുത്ത് ഇങ്ങനെ ചിലവൊക്കെ ഒലിക്കുമായിരുന്നു. തൊടയിലും ഈ കൈയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പൂർണ്ണമായും എനിക്ക് സുഖമായി. ഇന്നലെ ഇവിടെ കൈയടിച്ച് പാട്ട് പാടി ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരീരത്തിലെ പഴുത്ത് ഇങ്ങനെ പൊട്ടി ഒഴുകുന്ന അങ്ങനത്തെ അവസ്ഥകളെല്ലാം പൂർണ്ണമായി ബ്രദറിന് പ്രാർത്ഥിച്ചായിരുന്നു. ജോസ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ തൈലം പൂശിയുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ ദൈവത്തെ ആരാധിക്കലും തൈലം പൂശിയുള്ള പ്രാർത്ഥനയും സ്തുതിപ്പും ഇതെല്ലാം മനുഷ്യന്റെ ശരീരത്തിൽ അത്ഭുതകരമായ ദൈവിക ശക്തി വ്യാപരിക്കാൻ കാരണമാക്കി. നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവര് വഴി ഓപ്പറേഷൻ ചെയ്യാനിരുന്നാണ് അല്ലേ? കുറച്ച് ഓപ്പറേഷൻ ചെയ്തു. ഒരെണ്ണം ചെയ്തു. 1.5 മാസം കൊണ്ടാണ് മാറിയത്. അത് പിന്നെ അങ്ങനെയുള്ള ഇത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പഴുപ്പുകളെല്ലാം ഓപ്പറേഷൻ ചെയ്ത് നീക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത് വളരെ അത്ഭുതകരമായി ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് സ്തുതിപ്പിന്റെ സമയത്തും ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. കൈയടിച്ച് സ്വയം മഹത്വപ്പെടുത്താം.